ഏറെക്കാലത്തെ കാത്തിരിപ്പുകൾക്കും വിവാദങ്ങൾക്കുമെല്ലാം ഒടുവിൽ മലയോര പഞ്ചായത്തുകളെയെല്ലാം ബന്ധിപ്പിക്കുന്ന കൈതപ്പൊയിൽ കോടഞ്ചേരി അഗസ്ത്യൻമൊഴി റോഡ് നാടിന് സമർപ്പിച്ചു. കൈതപ്പൊയിൽ അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര പഞ്ചായത്തുകളായ പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി പഞ്ചായത്തുകളെയും മുക്കം നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന റോഡുകളിലൊന്നായ കൈതപ്പൊയിൽ കോടഞ്ചേരി അഗസ്ത്യൻമൊഴി റോഡാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90.08 കോടി രൂപ ചെലവഴിച്ചാണ് 21.2 കിലോമീറ്റർ റോഡ് ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. 2018 പ്രവൃത്തി തുടങ്ങിയ ഈ റോഡിന്റെ ആദ്യഘട്ടത്തിൽ അന്ന് കരാർ ഏറ്റെടുത്തിരുന്ന നാദ് കൺസ്ട്രക്ഷൻ കമ്പനി പ്രവൃത്തി പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ 2022 ഈ കരാർ റദ്ദ് ചെയ്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കരാർ നൽകുകയായിരുന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെ കരാർ കമ്പനിയുടെ അനാസ്ഥയ്ക്കെതിരെ വലിയ ജനരോഷവും വിവാദങ്ങളുമാണ് അന്ന് ഉയർന്നിരുന്നത്. എന്നാൽ പിന്നീട് അവയെല്ലാം പരിഹരിച്ചാണ് അത്യാധുനിക രീതിയിൽ 7 മീറ്റർ വീതിയിൽ BMBC കാരേജ് വേയോട് കൂടി റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. ദേശീയപാതയിൽ നിന്ന് ഈ റോഡിലേക്ക് പ്രവേശിക്കുന്ന കൈതപ്പൊയിൽ അങ്ങാടിയിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ ഉണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷകരം അറിയിക്കുകയാണ്. കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ 1200 കിലോമീറ്ററാണ്. മലയോര ജനത സ്വപ്നം കണ്ടൊരു പദ്ധതി. ഒട്ടനവധി പ്രതിബന്ധതകളുണ്ടായിരുന്നു. അതൊക്കെ തട്ടിമാറ്റി മലയോര പാത ഇപ്പോൾ വലിയൊരു ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജനപ്രതിനിധികളും നാട്ടുകാരുമെല്ലാം പങ്കെടുത്ത ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അതേസമയം റോഡ് പ്രവൃത്തി മുഴുവനായി പൂർത്തിയായിട്ടില്ല എന്നാരോപിച്ച് UDF പ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത്, ഷിയാബ് അടിവാരം എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ K മോഹനൻ മാസ്റ്റർ, എബ്രഹാം മാനുവൽ, PP ജോയ്, TK നാസർ തുടങ്ങിയവരും സംബന്ധിച്ചു. തുടർന്ന് കൈതപ്പൊയിൽ അങ്ങാടി മുതൽ അഗസ്ത്യമൊഴി വരെ റോഡ് ഷോയും സംഘടിപ്പിച്ചിരുന്നു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.